നന്ദനയും അഭിഷേകും തമ്മിലുള്ള പ്രശ്നമെല്ലാം ഇപ്പോൾ സീനാവുകയാണ്. അല്പസമയം മുന്നേ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ നന്ദന റസ്മിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്, റസ്മിൻ ചേച്ചി നമുക്കൊന്നും ചിക്കൻ തരില്ല, ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. അപ്പോൾ അത് കേട്ട അഭിഷേക് ജയദീപ് അത് വളച്ചൊടിച്ചുകൊണ്ട് പറയുന്നു, നീ എന്തിനാണ് അത് എന്റെ പ്ലേറ്റിൽ നോക്കി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദന അവിടെ ഒന്നും പറയുന്നില്ല. അപ്പോൾ നന്ദന പ്രതികരിക്കാത്തത് ഭക്ഷണത്തിന്റെ എല്ലാം മുന്നിലായതുകൊണ്ടാണെന്നാണ് സായിയുടെ അടുത്തെല്ലാം അവിടെ പറയുന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴും അഭിഷേക് വീണ്ടും തുടങ്ങി, നിനക്ക് ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ പ്ലേറ്റിൽ നോക്കിയിട്ടല്ല പറയേണ്ടത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദനയും അഭിഷേകും അവിടെ പൊരിഞ്ഞടിയാണ് നടന്നത്. ഒടുക്കം അഭിഷേക് അവിടെ നന്ദനയുടെ ഫാമിലി എല്ലാം പറഞ്ഞപ്പോൾ നന്ദന അവിടെ നല്ല രീതിക്ക് തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നന്ദന ഇതിനെ കുറിച്ചിട്ട് സായിയുടെയും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിന്റെ അടുത്തായിട്ട് പറയുന്നു, ഇതെന്തായാലും ഞാൻ വെറുതെ വിടില്ല, കാരണം ഇന്നലെ മുതൽ തുടങ്ങിയതാണ് അവൻ എന്റെ വീട്ടുകാരെ വിളിക്കാൻ. എന്റെ അടുത്ത് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് എന്റെ അടുത്താണ് തീർക്കേണ്ടത്, അല്ലാതെ ഒന്നും അറിയാത്ത എന്റെ വീട്ടുകാരെ വിളിച്ചിട്ടല്ല. ഇതാണോ ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങൾ വീട്ടുകാരെല്ലാം വിളിച്ചു കളിക്കുന്നത്? ലാലേട്ടൻ വരട്ടെ, അവന്റെ വായെല്ലാം ഞാൻ അടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെല്ലാം അവിടെ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ സായി എല്ലാം പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കണ്ടാൽ അവന്റെ സൂക്കേട് ഞാൻ അങ്ങോട്ട് തീർത്തു കൊടുക്കും. ഇനി അതിനൊരു ക്യാപ്റ്റനും പവർ ടീമും വേണ്ട, ഞങ്ങൾ തന്നെ മതി. നീ ഒന്നുകൂടി അവനെ ഒന്ന് വിളിച്ചിരുത്തി നല്ല രീതിയിലൊന്ന് സംസാരിച്ചു നോക്ക്, അവന്റെ വായിൽ നിന്ന് എന്താണ് വരിക എന്നെല്ലാം നോക്കാന്ന് പറയുന്ന സായിയും അഭിഷേക് ശ്രീകുമാറിനെയുമാണ് ലൈവിൽ കാണിക്കുന്നത്. എന്നാൽ ഇവരുടെ ഈ ഒരു പ്രശ്നമെല്ലാം എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് തീർക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ പ്രശ്നം അവിടെ വെച്ചിട്ട് മടിയാവുകയാണ്. വീട്ടുകാരെല്ലാം വിളിച്ച് അനാവശ്യം പറയുന്ന ഈ പ്രശ്നം അത്ര നിസ്സാരമല്ല. അതുകൊണ്ട് ലാലേന്റെ കയ്യിൽ നിന്ന് ഇപ്രാവശ്യം അഭിഷേകിന് നല്ല ചീത്തയെല്ലാം കേൾക്കുമെന്നത് ഉറപ്പാണ്. അതുപോലെ ഈ ഒരു പ്രശ്നത്തിൽ മറ്റു കുടുംബാംഗങ്ങളെല്ലാം അവിടെ നന്ദനയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇനി എന്തായി തീരും ഇവരുടെ പ്രശ്നമെന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.